പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രൊട്ടക്ഷനും ബാക്കിയുള്ളതൊക്കെ അതേപോലെ നിൽക്കുന്നു. ഇതൊക്കെ നോക്കാൻ ഇവർക്ക് എവിടെ നേരം? മനുഷ്യന്റെ മേക്കെട്ട് കയറാനല്ല. അധ്യാപകരുടെ പ്രശ്നം, തൊഴിലാളികളുടെ പ്രശ്നം, കിടക്കുന്ന റോഡിന്റെ പ്രശ്നം, നാട്ടിലെ നിരവധി ക്ഷയരോഗികളുടെ പ്രശ്നം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കേണ്ട നിരാലംബരുടെ പ്രശ്നം, ദയ എന്ന് പറയുന്നത്, ഹൃദയത്തിൽ ദയ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടാത്ത വിഭാഗമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും അവർക്ക് നേരമില്ല. അതിനൊന്നും അവർക്ക് ഒരു മിനിറ്റ് സമയം ഇതിന് കിട്ടിയിട്ടില്ല. റോഡിലൊരു പിടി മണ്ണ് വാരിടാന് അതിന്റെ റിസൾട്ട് ജനം കൊടുത്തും ചെയ്തു. പാർലമെന്റ് അടി തലക്കൊന്ന് കൊടുത്തു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തലക്ക് 2 കൊടുത്തു. അവസാനമാണ് കാലാവധി തീരാൻ നേരത്ത് ഇതൊന്നും ചെയ്യാത്ത ആളുകൾ UDFന്റെ സകല നേതാക്കന്മാരെയും കേസുപ്പെടുത്തും എന്ന് പേടിപ്പിച്ചു നോക്കുകയാണ്. ആര് പേടിക്കാനാണ്? ആരിതൊക്കെ വളർത്താനാണ്? ബഹുമാനായ ചെറിയ മുഹമ്മദ് പറഞ്ഞു, സെബാസ്റ്റ്യൻ പോളൊക്കെ പറഞ്ഞപ്പോ ഇടക്കിടക്ക് ഓരോ ഇഷ്യൂ കൊണ്ടുവന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കും. ഞാൻ പറയട്ടെ, ഞാൻ ചെറുതായിട്ടൊന്ന് തിരുത്തുന്നു. ഒരേ ഇഷ്യൂ പതിറ്റാണ്ടുകളായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഒരുപാട് ഇഷ്യൂ കൊണ്ടുവരികയല്ല. ഞാൻ കേരള രാഷ്ട്രീയത്തിൽ വളരെ കാലമായി നിൽക്കുന്ന ആളാണ്. അധികം എന്തെങ്കിലും എന്നെ സംബന്ധിച്ച് അവർക്ക് കിട്ടുമെങ്കിൽ അത് ഇതിന് മുമ്പേ നോക്കുമായിരുന്നു. വല്ല വിജിലൻസോ കാര്യമോ മറ്റോ ഒന്നുമില്ല. ഇല്ലാത്തത് കൊണ്ടാണ് പഴയതൊക്കെ പൊടി തട്ടി എടുത്ത് ഒന്ന് പറ്റോ എന്ന് നോക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ആ കാര്യങ്ങളൊക്കെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത്ര എളുപ്പം മറക്കുന്ന അരണയുടെ ബുദ്ധിയൊന്നുമല്ല ജനങ്ങൾക്ക്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊടുത്ത തിരിച്ചടി, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊടുത്ത തിരിച്ചടി, ആ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി പഴുതുകളാരായ ആളുകളൊക്കെ വിഡ്ഢികളാന്നാ വിചാരം, ജനങ്ങളൊക്കെ മറന്നു എന്നാ വിചാരം. എന്നിട്ട് ചിന്തിക്കുക ഇങ്ങനെ ഈ എന്താ പറയാ, ബ്ലാക്ക് മെയിലിംഗ്, ഈ തന്ത്രം എല്ലാവരെയും. ഉമ്മൻചാണ്ടിയോട് നിയമസഭയിൽ പറയാണ്, പാമോയിൽ കേസിൽ ഒരു പ്രതിയും കൂടി ഉണ്ടാവും. ഇത് കേട്ടാ മുട്ടുവറക്കണ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് തെറ്റിയില്ലേ എന്ന് പറഞ്ഞതാണ്. ഒരു പ്രതിയും കൂടി ഉണ്ടാവും, അത് കാണുമ്പോ പേടിച്ചോളും. എന്നാൽ ഇത് എന്തു രാഷ്ട്രീയമാണ്? ഇത് എന്തു തരം രാഷ്ട്രീയമാണ്? ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ജനങ്ങളിത് വിലയിരുത്തുകയല്ലേ? കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളല്ലേ, അവരിതൊക്കെ വിലയിരുത്തുകയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അധ്യാപകരെ മീറ്റിംഗാണ്, ചിന്തിക്കുന്ന ആളുകളാണ് അധ്യാപകർ, സാംസ്കാരിക നായകന്മാര്, ബുദ്ധിജീവികള്, വിവേകമുള്ളവര്, പഠിച്ചവര് എല്ലാവരും കേരളത്തിന്റെ ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന അടവ്. ജനങ്ങൾ ജനവിധി 2 കൊടുത്തു. ഇനി വിലയിരുത്തിയൊരു ജനവിധി കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒളിക്യാമറയും കൊണ്ട് നടക്കുക. തെരഞ്ഞെടുപ്പ് വരുമ്പോ ആളുകളെ സർപ്രൈസ് ആക്കാൻ. ചന്തയിലെ കച്ചവടക്കാരന്റെ തന്ത്രമല്ലേ ഇത്? കാരണം വിൽക്കാനുള്ള സാധനം വാങ്ങാൻ ആളടുത്തേക്ക് വരുന്നില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് ആളെ കൂട്ടാൻ വേണ്ടി. ഞാനത് പറയണ്ടല്ലോ, വളരെയുള്ള ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. നടന്നു പോകുന്ന ആളുകളെ ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മിമിക്രി, ചില കൈവേലകളൊക്കെ ഉണ്ട്. കച്ചവടം